الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും അതിസൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ, വളരെ കൃത്യവും വ്യക്തവുമായി അവൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ, ആ രേഖകളൊക്കെ പാരത്രിക ലോകത്ത് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും ചോദ്യോത്തരങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുമെന്ന ബോധ്യത്തോടെ ഐഹിക ലോക ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ, തഖ്വയോടുകൂടെ മുന്നോട്ട് പോകണേ, മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ, അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അവൻ്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സ്വാലിഹികളോടും ശുഹദാക്കളോടുമൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഐഹിക ലോക ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളിൽ അതിപ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ
ഉറക്കം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലായി ഉറക്കത്തെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉറക്കം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറ റൂമിന്റെ 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ആയത്ത് തുടങ്ങുന്നത് വമിൻ ആയാത്തിഹി, അള്ളാഹുവിന്റെ ആയത്തുകളിൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ, വലിയ വലിയ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടൊക്കെ അള്ളാഹു പറയുമ്പോൾ, അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തുടങ്ങുന്നുണ്ട്. അതേ രൂപത്തിൽ നമുക്ക് നൽകിയ അതിപ്രധാനമായ അതിപ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതും അള്ളാഹു വമിൻ ആയാത്തിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉകും മിൻ ഫദ്ലി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മനാമുക്കും ബില്ലൈൽ വന്നഹാർ, രാത്രിയിലെ നിങ്ങളുടെ ഉറക്ക്. നിങ്ങളുടെ ഉറക്ക് എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യസ്മഊൻ. കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് അവർക്ക് ദൃഷ്ടാന്തം തന്നെയാണ്. ഇതിൽ അവർക്ക് പല പാഠങ്ങളും ഉൾക്കൊള്ളാനുണ്ട്. ഉറക്കിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, ഉറക്കിനെ കുറിച്ച് മനസ്സിലാക്കുന്ന നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മുടെ ജീവിത ഉപാധികൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളൊക്കെ കഴിയുന്നു, രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? എങ്ങനെയാണ് ഉറക്ക് നമ്മിലേക്ക് വരുന്നത്? എന്താണ് ഉറക്കിൽ സംഭവിക്കുക? ശാസ്ത്രത്തിന് ഇപ്പോഴും തലപുകയുന്നൊരു ചോദ്യമാണ്, എന്താണ് ഉറക്ക് എന്നുള്ളത്? ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഉണർച്ച? കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഖുർആൻ അതിന് പല ആവർത്തി മറുപടി നൽകുന്നുണ്ട്. അതൊരു മരണമാണ് എന്നുള്ള രൂപത്തിലാണ് ഖുർആൻ മറുപടി നൽകുന്നത്. പലരുടെയും ആത്മാവിനെ അള്ളാഹു പിടിച്ചു വെക്കുന്നു, ചിലരത് തിരിച്ചു കൊടുക്കുന്നു. ആ തിരിച്ചു തന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ എണീറ്റിട്ടുള്ളത്. ഇതാണ് ഖുർആനിന്റെ ഭാഷ. ശാസ്ത്രത്തിന്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്താണ് ഉറക്ക്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നതിനെ കുറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ള ഒരു പാഠമാണ്, ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് സൂറത്ത് റൂമിലൂടെ ഞാൻ ആമുഖമായി ഓതിവെച്ച 25-ാം അധ്യായം സൂറ അംബിയാഇന്റെ 47-ാമത്തെ ആയത്തിൽ അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നത് വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസാ വന്നൗമ സുബാതാ. അവനാണ് നിങ്ങൾക്ക് രാത്രിയെ ഒരു വസ്ത്രമാക്കി, ഒരു മറയാക്കി തന്നിട്ടുണ്ട്. അല്ലേ? രാത്രി നമുക്കൊരു ലിബാസ്, ഒരു വസ്ത്രം പോലെയാണ്, ഒരു മറയാണ്. പ്രകാശപൂരിതമല്ല, എല്ലാം കാണുന്ന രൂപത്തിലല്ല. അവിടെ നിങ്ങൾക്കൊരു വസ്ത്രമാക്കി തന്നു. നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ വിശ്രമിക്കാനുള്ള ഒരു അവസ്ഥ അള്ളാഹു ആണ് സൃഷ്ടിച്ചു തന്നിട്ടുള്ളത്. വന്നൗമ സുബാതാ, നിങ്ങൾക്കൊരു വിശ്രമമാക്കി നിങ്ങളുടെ ഉറക്കിനെ അവൻ മാറ്റി തന്നു. ഉറങ്ങുമ്പോൾ നമ്മളൊരു വിശ്രമത്തിലേക്ക് പോവുകയാണ്. ആ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് നമ്മൾ ഉന്മേഷവാന്മാരാകുന്നത്, നമ്മൾ ഊർജ്ജസ്വലരാകുന്നത്. ഉറങ്ങിയിട്ടില്ല എങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൻ നബയിലും വജഅൽനാ നൗമക്കും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ. അതെ, വജഅൽനാ നൗമക്കും സുബാതാ, ഉറക്കിനെ നിങ്ങൾക്കൊരു വിശ്രമത്തിനുള്ള അവസ്ഥയാക്കി, വിശ്രമമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് അവിടെയും പറയുന്നു. ഒരുപാട് ആയത്തുകളിലൂടെ ഈ രൂപത്തിൽ ഉറക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. വിശ്വാസികളെ, നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഒരു ആയത്താണ്. വിശ്വാസികളെ, നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കാറുണ്ടോ എന്നുള്ളതാണ്. നോക്കൂ, സൂറത്തുൽ ഖസസിലൂടെ കുറച്ചുകൂടെ ഗൗരവത്തിൽ ഈ വിഷയം നമ്മുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന രൂപത്തിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ
إلى يوم القيامة من إله غير الله يأتيكم بضياء أفلا تسمعون. الله ചോദിക്കുന്നു قل أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് രാത്രി മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ പകലില്ല, സൂര്യപ്രകാശമില്ല, സൂര്യൻ ഉദിക്കുന്നില്ല. ജഅല അല്ലാഹു അലൈക്കുമുൽ ലൈല സർമദ, നിത്യമായിട്ട് രാത്രി മാത്രമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിനെപ്പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അതിനെപ്പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സൂര്യൻ പ്രകാശിക്കുന്നില്ല, പ്രകാശം നിങ്ങൾക്ക് വരുന്നില്ല, പകലില്ല, രാത്രി മാത്രമാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ സംവിധാനിക്കാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അള്ളാഹുവല്ലാതെ മറ്റേത് ആരാധ്യനാണ് നിങ്ങൾക്കുള്ളത്? അല്ലാഹുവല്ലാതെ മറ്റേത് ദൈവങ്ങളാണ് നിങ്ങൾക്കുള്ളത്? യഅതീകും ബിദിയാ, നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുതരാൻ, നിങ്ങൾക്ക് പകല് നൽകാൻ. അള്ളാഹ് രാത്രിയാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പകലിനെ നൽകാൻ ഏത് ദൈവമാണുള്ളത്? ഏത് ആരാധ്യനാണുള്ളത്? ഏത് ഇലാഹാണുള്ളത്? അഫലാ തസ്മഊൻ, നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈകുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ രാത്രി നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് വിശ്രമത്തിന്റെ അവസ്ഥയില്ല. നിങ്ങൾക്ക് പകല് മാത്രമാണെങ്കിലോ സൂര്യൻ അസ്തമിക്കാത്ത സമയങ്ങൾ, ഖിയാമത്ത് നാൾ വരെ അത്തരം ഒരു സംവിധാനമാണ് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈൽ തസ്കുനൂന ഫീ, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ വിശ്രമിക്കാനുള്ള രാത്രി നിങ്ങൾക്ക് അല്ലാഹുവല്ലാതെ മറ്റേത് ദൈവമാണ്, ഏത് ആരാധ്യനാണ്? മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റേത് ആരാധ്യനാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക? അള്ളാഹുവിന്റെ ചോദ്യമാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ? എന്നിട്ട് അവസാനം അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് അഫലാ തുബ്സിറൂൻ, നിങ്ങൾ എന്തേ കണ്ണു തുറന്നു നോക്കാത്തത്? നിങ്ങൾ കാണുന്നില്ലേ? ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ലേ? വമിർ റഹ്മതിഹി ജഅല ലകുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലി. വമിർ റഹ്മതി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ, അവന്റെ കാരുണ്യത്തിൽ പെട്ടതാണ് ജഅല ലകുമുൽ ലൈൽ, രാത്രിയെ അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത്. വന്നഹാർ, പകലിനെ അവൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്. ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ, സമാധാനത്തോടുകൂടെ വിശ്രമിക്കാൻ. വലിതബ്തഗൂ മിൻ ഫദ്ലി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾക്ക് തേടുവാനുള്ള ജീവിത സന്ധാരണത്തിലുള്ള മാർഗങ്ങളും നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തന്നത്. വമിർ റഹ്മതി, അല്ലാഹുവിന്റെ റഹ്മത്തിൽപ്പെട്ട, കാരുണ്യത്തിൽപ്പെട്ട കാര്യമാണ്. വലഅല്ലകും തശ്കുറൂൻ, ഇതൊക്കെ ആലോചിക്കുകയും ഇതൊക്കെ ചിന്തിക്കുകയും അള്ളാഹുവിന്റെ ഈ അതുല്യമായ റഹ്മത്തിനെ പെടുകയും ചെയ്യുന്ന വ്യക്തികൾ എന്താകും? വലഅല്ലകും തശ്കുറൂൻ, ശുക്ർ ചെയ്യുന്ന ആളുകളായി മാറും. അള്ളാഹു എങ്ങാനും ഈ പകലിനെ നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ, അള്ളാഹു എങ്ങാനും ഈ രാത്രിയെ നമ്മിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ, ഉറക്കമില്ലാത്ത പകലുകൾ മാത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായിരിക്കും അവസ്ഥ? എന്താ മുഖത്തൊരു മ്ലാനത, എന്താ മുഖത്തൊരു എന്തോ വല്ലാത്തൊരു ക്ഷീണുണ്ട്, എന്തേ വയ്യേ, സുഖല്ലേ? കുഴപ്പമൊന്നുമില്ല, 2 ദിവസവും ഉറക്കം ശരിയായിട്ടില്ല. പലപ്പോഴും നമ്മൾ പറയുന്ന മറുപടിയാണ്. ഒരു 2 ദിവസം ഉറങ്ങാതിരിക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ മുഖത്ത് അത് പ്രകടമാവുകയാണ്. അതിന്റെ ക്ഷീണവും അതിന്റെ അസ്വസ്ഥതയും അതിന്റെ വൈഷമ്യവും ഒക്കെ പ്രകടമാകുന്നു, മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ. അള്ളാഹ് ചോദിക്കുന്നു, ഖിയാമത്ത് നാൾ വരെ ഈ ഉറക്കം നിന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ, നിനക്ക് സമാധാനത്തോടുകൂടി വിശ്രമിക്കാനുള്ള ഈ രാത്രി നിങ്ങൾക്ക് എടുത്തു കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. മറുപടി പറയണം നമ്മൾ. മറുപടി പറയേണ്ടത് എങ്ങനെയാണ്? വലഅല്ലകും തശ്കുറൂൻ, അള്ളാഹുവേ
നീയാണിത് തന്നിട്ടുള്ളത്. ഇത് മഹത്തായ അനുഗ്രഹമാണ്. ഞാൻ നിനക്ക് ശാക്യറായ ഒരു അടിമയായിരിക്കും എന്നതാണ് അതിനുള്ള മറുപടി. ഈ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. സഹോദരങ്ങളെ, ഉറക്കം അനുഗ്രഹമാണെന്ന് പഠിപ്പിക്കുമ്പോൾ, ഇത് ആയത്താണ് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ പല കാര്യങ്ങളും ഉറക്കവുമായി നമ്മോട് പറയുന്നുണ്ട്. ചില മര്യാദകൾ നമ്മോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി വൈകി ഉറങ്ങുന്നതിനെ നമ്മോട് വിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെറുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യക്റഹു നൗമ ഖബ്ല ഇശാ നമസ്കാരത്തിന് ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങും. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങില്ല. വൽ ഹദീസ ബഅദഹ, അതിനുശേഷമുള്ള സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള സംസാരം വെറുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ പരിപാടിക്കൊന്നും പോകരുതെന്നാണ്. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന കാര്യം, രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം ഉറങ്ങാൻ വൈകരുത്. കാരണം ഇത് അള്ളാന്റെ ഒരു അനുഗ്രഹമാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു റഹ്മത്താണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. യാ അബ്ദുല്ലാഹ് അലം മുഖ്ബർ അന്നക തസൂമുൻ നഹാറ വ തഖൂമുൽ ലൈൽ. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പകല് മുഴുവനും നോമ്പാണില്ലേ നിങ്ങൾക്ക്, വതഖൂമുൽ ലൈൽ, രാത്രി മുഴുവനും നിന്ന് നമസ്കാരമാണ്, ഇബാദത്താണ്. വെറുതെ നമ്മൾ പറയും പോലെ വെറുതെ സോഷ്യൽ മീഡിയയിൽ, അതല്ലെങ്കിൽ വാട്സപ്പിൽ, അതല്ലെങ്കിൽ കളി കണ്ട് ആധുനികമായ വിനോദങ്ങളിൽ നൈറ്റ് ലൈഫ്, പുതിയ പുതിയ ട്രെൻഡുകൾ ഉണ്ടല്ലോ, അതിന്റെ പുറകെയൊന്നുമല്ല. ഇബാദത്തിലായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും പകല് മുഴുവനും നോമ്പും രാത്രി മുഴുവനും നമസ്കാരമൊക്കെ നിർവഹിക്കുന്ന ഒരുപാട് സമയം അങ്ങനെ ഉറക്കമിളച്ച് ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പം ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, നബി അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് എന്റെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫലാ തഫ്അൽ. അറബി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്കാണല്ലോ, ഫലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ വേണ്ടതെന്നല്ല, നീ അങ്ങനെ ചെയ്യരുത്. സുംവ അഫ്തിർ, നീ നോമ്പെടുത്തോ, പക്ഷേ ഒരു ദിവസം നോമ്പെടുത്താൽ അടുത്ത ദിവസം നീ നോമ്പെടുക്കരുത്. വഖും, നീ രാത്രി നമസ്കരിച്ചോ, വനം, പക്ഷേ നീ ഉറങ്ങണം. ഉറങ്ങാതെയുള്ള നമസ്കാരം അത് ശരിയല്ല. നിന്റെ ശരീരത്തിനോട് നിനക്ക് ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞ്, നമ്മുടെ ബോഡിയോട്, നമ്മുടെ ശരീരത്തോട് ഇതിനോട് ചില ബാധ്യതകൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. നിന്റെ കണ്ണിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. നിന്റെ പാർട്ട്ണറോട്, നിന്റെ ജീവിത പങ്കാളിയോട് നിനക്ക് ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇല്ല, അങ്ങനെ ഒരു ദീൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? നേരത്തെ ഉറങ്ങണം എന്നുള്ളതാണ്, അതുപോലെ തന്നെ ഉറങ്ങണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ന് പുതിയ പുതിയ ട്രെൻഡുകളുടെ പുറകെയാണ്, പുതിയ പേരുകളാണ്. എന്താണ്? നൈറ്റ് ലൈഫ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? രാത്രി ജീവിപ്പിക്കുക. നമ്മൾ അറിയില്ലേ, റമദാനിലൊക്കെ രാത്രി ഹയാത്താക്കുക എന്നൊക്കെ പറയും പോലെ രാത്രി ഹയാത്താക്കൽ ഒരു പുതിയ ട്രെൻഡാണ്. അത് റമദാനിലല്ല, അത് ഇബാദത്തിന് വേണ്ടിയിട്ടല്ല, അത് പള്ളിയിൽ ഇത്തിക്കാഫിലല്ല, അത് ഖുർആൻ പാരായണത്തിലും മറ്റുമല്ല, മറിച്ച് നൈറ്റ് ലൈഫ്. പുതിയ പുതിയ വൈബുകൾ തേടി, പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ പുതിയ വൈബുകൾ തേടിയുള്ള യാത്രകൾ, നൈറ്റ് ഡ്രൈവ്. രാത്രി ഡ്രൈവ് ചെയ്യാം, എങ്ങോട്ടാ? അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ഒരു ട്രെൻഡാണ് രാത്രി ഡ്രൈവ്. പുലരുവോളം ഇന്ന് നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാലോ, പുലരുവോളം തുറന്നു പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ. പുലരുവോളം ഭക്ഷണം കഴിക്കാണ് ആൾക്കാർ. വിശന്നിട്ടാണോ? പുറത്തൂടായിട്ട് പോയി കഴിക്കാണോ? അല്ല, അതും ഒരു ട്രെൻഡാണ്. പുതിയ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ആളുകൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? വിശന്നിട്ടാണ്. ഇന്ന് നമുക്ക് വിശന്നിട്ടാണോ? അല്ല, പുതിയത് അതിന് ഭക്ഷണം കഴിക്കുക എന്നൊന്നല്ല, നമ്മൾ പുതിയത് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് പറയാ. പുതിയ ഭക്ഷണ രീതികൾ.
അതിനു വേണ്ടിയിട്ട് രാത്രി ബീച്ചിലും അതുപോലെ തന്നെ മറ്റ് പാർക്കുകളിലുമൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുന്ന ആളുകൾ. നൈറ്റ് ലൈഫിൽ ലഹരിയുടെ അകമ്പടിയോടുകൂടെ രാത്രി മുഴുവനും പാർട്ടികൾ, DJ പാർട്ടികൾ, മ്യൂസിക് പാർട്ടികൾ, ഗാനമേളകൾ, അത്തരത്തിലുള്ള അതിനകത്ത് എന്തൊക്കെയുണ്ട്. എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളും ഉണ്ടാകുന്ന പല പാർട്ടികളും, ലഹരി കടിമപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും പിറകെ പോകുന്ന പാർട്ടികൾ തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്ക് അത്തരം രീതികൾ വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കണം. കാരണം അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചത് രാത്രി നമ്മോട് ഉറങ്ങാനുള്ളതാണ്. ഇത് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചില ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കാനുള്ളതാണ് എന്നാണ്. അത് ഇശാഇന് ശേഷം സംസാരിച്ചിരിക്കുന്നത് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്, അപ്പോഴാണ് നമ്മൾ റെസ്റ്റോറന്റുകൾ തേടി പോകുന്നത്, അപ്പോഴാണ് നമ്മൾ പാർക്കുകളിലേക്ക് പോകുന്നത്, അപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള DJ പാർട്ടികളിലേക്കും മറ്റും എവിടെ എത്തി. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ അത്തരം പുതിയ പുതിയ സംസ്കാരങ്ങൾ തേടി, പുതിയ പുതിയ വൈബുകൾ തേടി, പുതിയ പുതിയ കാര്യങ്ങൾക്ക് പുറകെ പോകേണ്ടവരല്ല നമ്മൾ. ചിന്തിക്കണം. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് ദഹിപ്പിക്കില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ രാത്രി നമുക്ക് സെക്കനാണ്, നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങലാണ്, അത് നിങ്ങൾക്ക് സുബാത്ത, അത് നിങ്ങൾക്ക് വിശ്രമത്തിന്റെ അവസ്ഥയാണെന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങൾക്ക് ത്വരിതഗതി കൂട്ടുന്നത്, അതിന്റെ പ്രവർത്തന ക്ഷമത കൂട്ടുന്നത് രാത്രിയിലാണ് എന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കേടുപാടുകൾ റിപ്പയർ ചെയ്യുന്ന സമയമാണ് രാത്രി. അതിനെന്ത് വേണം? നമ്മൾ വിശ്രമിച്ചു കൊടുക്കണം. അപ്പോഴും നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്ത് ഈ രൂപത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ പണികൾ, എടുക്കേണ്ട പണികളൊന്നും നടക്കൂല എന്ന്. നമ്മുടെ ആരോഗ്യത്തിന് അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാനസികമായ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ട് എന്ന് ശാസ്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒക്കെ നമുക്കൊക്കെ അറിയാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത് മാത്രമല്ല, ഒരു നൈറ്റ് ലൈഫ് മാത്രമല്ല, ഇന്നൊക്കെ പല കുട്ടികളും, പുതിയ തലമുറയിലുള്ള പല കുട്ടികളും നമ്മുടെ വീട്ടിലുണ്ടാകും, പുറത്തു പോയിട്ടുണ്ടാകില്ല. പക്ഷെ വീട്ടിൽ നിന്ന് എപ്പോഴാ ഉറങ്ങുന്നത്? ഫോണിൽ, മൊബൈലിൽ, സോഷ്യൽ മീഡിയകളിൽ അത് ഉപയോഗിച്ച് അത് സ്ക്രോൾ ചെയ്ത് ടൈം പോകുന്നത് 3 മണിക്കും 4 മണിക്കൊക്കെയാണ് ഉറക്കത്തിലേക്ക്. എത്ര സമയം ശാസ്ത്രം പറയുന്നുണ്ട്. ഇതൊന്നും അറിയാത്തവരല്ല നമ്മൾ. എത്ര ഉറങ്ങുന്നതിന്റെ എത്ര മണിക്കൂർ മുമ്പ് സ്ക്രീനിന്റെ ടൈം ഒഴിവാക്കണം, സ്ക്രീൻ നമ്മിൽ നിന്ന് മാറ്റി വെക്കണം, പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും, ഈ നിർദ്ദേശങ്ങളൊന്നും ആലോചിക്കാതെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഉറക്കത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. സിനിമകൾ കണ്ട്, മ്യൂസിക്കുകൾ, ഹെഡ്സെറ്റുകൾ വെച്ച് വലിയ സൗണ്ടിൽ പാട്ട് കേട്ടിട്ട് അങ്ങനെ ഉറക്കത്തിലേക്ക് വീഴാണ് ആളുകൾ. ആ മ്യൂസിക്കുകൾ കേട്ടിട്ട് തന്നെയാണ്. അവിടെ ദിക്റുകളില്ല, പ്രാർത്ഥനകളില്ല, ഇസ്ലാമിക മര്യാദകൾ പാലിക്കപ്പെടുന്നില്ല. ഇതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ടോ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നില്ല എന്ന് മാത്രമല്ല, സുബഹി നമസ്കാരം അത്തരക്കാരിൽ പലർക്കും ഇല്ല. എന്തേ കാരണം? രാത്രി ഉറക്കം നഷ്ടപ്പെടുകയാണ്, പിന്നെ പകലാണ് കിടന്നുറങ്ങുന്നത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് നേരത്തെ ഉറങ്ങുക, എന്നിട്ട് സുബഹിക്ക് മുമ്പ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുക. ആ നേരത്തെ എഴുന്നേൽക്കണമെങ്കിലും, ഉന്മേഷത്തോടുകൂടെ അടുത്ത ദിവസത്തെ സ്വീകരിക്കണമെങ്കിലും, ഊർജ്ജസ്വലതയോടുകൂടെ, ആരോഗ്യത്തോടെ, ആവേശത്തോടുകൂടെ നമുക്ക് ജോലികളിൽ, നമ്മുടെ ഉപജീവനത്തിലുള്ള മാർഗങ്ങളിൽ ഏർപ്പെടണമെങ്കിലൊക്കെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച, വിശ്രമമായി നിശ്ചയിച്ച ഈ ഉറക്കം അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമാണ് അതിന് സാധിക്കുക എന്നതും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിർദ്ദേശങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നേരത്തെ ഉറങ്ങണമെന്നും
വിശുദ്ധ ഖുർആനിൽ ഉറക്കത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ പ്രവാചക ചര്യയിൽ ചില മര്യാദകൾ, ഒരുപാട് മര്യാദകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം പെട്ടെന്ന് സൂചിപ്പിച്ചിട്ട് പോവാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറ്റൈത മദ്ജഅക ഫതബദ്ദ വുദൂഅക ലിസ്സലാത്ത്. നിസ്കാരത്തിന് എങ്ങനെയാണോ നിങ്ങൾ വുദൂ എടുക്കുന്നത്, അതേ രൂപത്തിൽ വുദൂഓടുകൂടെ വേണം നിങ്ങൾ ഉറങ്ങാൻ കിടക്കാൻ. പല ആളുകളും അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറവി കൊണ്ടോ ഒക്കെ അവഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ ഒരു കാര്യം കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മൾ രാത്രി വുദൂ എടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മോടൊപ്പം ഒരു മലക്ക് ഉണ്ടാകുന്നത്. എന്നിട്ടോ ആ മലക്ക് നമ്മൾ എഴുന്നേൽക്കുന്നത് വരെ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറ, അല്ലാഹുവേ വുദൂ എടുത്തിട്ടാണ് അവൻ കിടന്നിട്ടുള്ളത്, അവന് നീ പുറത്തു കൊടുക്കണേ എന്ന് മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചില്ലറ കാര്യമല്ല, ഒരു നിസ്സാരമായ വിഷയമല്ല. വുദൂഇലൂടെ മലക്കിന്റെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അർഹരായി തീരുന്നുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇന്ന് വരെ നമ്മൾക്കത് ശീലമില്ല എങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്ടിൽ ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. വുദൂഓട് കൂടെ ഇന്ന് മുതൽ ഞാൻ രാത്രി ഉറങ്ങുകയുള്ളൂ എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതൊരു നിസ്സാര കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. അതേ രൂപത്തിൽ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ ചെയ്യുന്നതാവാം സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ മുഅവ്വിദത്തൈൻ ഫലഖും നാസും, ഖുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ തന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 അധ്യായവും ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം കയ്യിലേക്ക് ഊതുക, ശ്രദ്ധിക്കണം, കയ്യിലേക്ക് ഊതുക, എന്നിട്ട് നമ്മൾ ഓതുക. എന്നിട്ട് ശരീരത്തിന്റെ എവിടെയൊക്കെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വവജ്ഹിഹി വമാ അഖ്ബല മിൻ ജസദിഹി യഫ്അലു ദാലിക 3 മറത്ത്. 3 തവണ ശരീരത്തിന്റെ മുൻഭാഗത്തിലൂടെ എവിടെയൊക്കെ നമുക്ക് തടവാൻ പറ്റുമോ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൈ കൊണ്ട് തടവുക. പലരും ചെയ്യല് ഓതി പിന്നെ ഊതി തടവലാണ്. ഹദീസിലുള്ളത് എന്താണ്, സുമ്മ ജമഅ കഫൈഹി, കൈകൾ ചേർത്ത് പിടിക്കുക, സുമ്മ നഫസ ഫീഹിമാ, പിന്നെ അതിലേക്ക് ഓതുക, ഫഖറഅ ഫീഹിമാ, എന്നിട്ട് ആ കൈയിലേക്ക് ഖറഅ ഓതുക. ഇതാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ 3 പ്രാവശ്യമാണ് അത് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു വിഷയമാണ് ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ കുർസി ആരെങ്കിലും ഓതുകയാണ് എങ്കിൽ അവന് ശൈത്താനിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അത് മതിയാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ്. നമുക്ക് ഓരോരുത്തർക്കും കാണാതെ അറിയുന്നതാണ്, നമ്മൾ അത് ചൊല്ലേണ്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹാതൈനിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ഏതാണ്, ആമന റസൂൽ, അത് പാരായണം ചെയ്യുന്നവർക്ക് അതവർക്ക് സംരക്ഷണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തൊരിക്കൽ ഫറവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ, രാത്രി ചൊല്ലാനുള്ള എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അങ്ങ് പഠിപ്പിച്ചു തരുമോ? ഉറക്കത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൈത്തു ഇലാ ഫറാശി, എന്റെ വിരിപ്പിലേക്ക് എത്തുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ചൊല്ലാനുള്ള എന്തെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഅ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഫഇന്നഹാ ബറാഅത്തുൻ മിനശ് ശിർക്ക്. ശിർക്കിൽ നിന്നും നിന്നെ മുക്തമാക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. അത് നീ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ നമുക്കറിയാവുന്ന ചരിത്രമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും സമീപത്തേക്ക് രാത്രി കടന്നു വന്ന് അവരുടെ സമീപത്ത് കട്ടിലിൽ തന്നെ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു കൊടുത്ത കാര്യം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, ഈ 3 ദിക്റുകൾ അവരോട് ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 33 തവണ സുബ്ഹാനല്ലാഹയും 33 തവണ അൽഹംദുലില്ലയും 34 തവണ അല്ലാഹു അക്ബർ, അങ്ങനെ 100 ആക്കിയിട്ട് അത് ചൊല്ലാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയായും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക എന്നുള്ളൂ, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഉറങ്ങുന്ന സമയത്ത് ഇസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹിയ എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലാറുണ്ടാകും.
അത് നമ്മൾ ചെല്ലണം. നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവരൊക്കെ നമ്മളിത് ശീലിപ്പിക്കുകയും വേണമെന്നുള്ള. അതുപോലെ തന്നെ പല ദിക്റുകൾ, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫു എന്ന് തുടങ്ങുന്ന, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി എന്ന് തുടങ്ങുന്ന പല പ്രാർത്ഥനകളുണ്ട്. അത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ ശീലമാക്കുക. അതൊക്കെ ഈ ഉറക്കുമായി, അതിൻ്റെ മര്യാദയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ് എന്ന് നമുക്ക് ഓർമ്മയിലുണ്ടാവണം. അതേ രൂപത്തിൽ തന്നെ ഈ പ്രാർത്ഥനകളിൽ ചെറുതന്നെങ്കിലും ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്നുള്ള ആ പ്രാർത്ഥന തന്നെയെങ്കിലും നമ്മൾ എന്ത് വേണം, അത് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും നമ്മുടെ കുടുംബത്തിൽ അത് ശീലമാക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാ അനുഗ്രഹത്തെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.